കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ മാർച്ച് 2-ാം വാരം പ്രവർത്തനം ആരംഭിക്കും. 15 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിൽ അത്യാധുനിക സൌകര്യങ്ങളോടെ പണിതീർത്ത ടെർമിനലിൽ എല്ലാവിധ സുരക്ഷാ പരിശോധനകളും പൂർത്തിയായി കഴിഞ്ഞു. പൂർണ്ണമായും രാജ്യാന്തര നിലവാരത്തിൽ തയ്യാറാക്കിയ ടെർമിനൽ കൊച്ചി വിമാനത്താവളത്തിന് പുതിയ മുഖച്ഛായ തന്നെയാണ് സമ്മാനിക്കുന്നത്. കേരള തനിമയും രാജ്യാന്തര തിളക്കവും ഒത്തുചേരുകയാണ് കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ T3-യിൽ. ടെർമിനൽ കവാടം കടന്നെത്തുമ്പോൾ സ്വീകരിക്കുന്നത് തൃശൂർ പൂരത്തിന്റെ മാതൃകയിൽ 15 ഗജവീരന്മാരുടെ ശില്പം. നിലവിലെ ആഭ്യന്തര രാജ്യാന്തര ടെർമിനലുകളുടെ ആകെ വിസ്തൃതിയുടെ 2.5 ഇരട്ടിയുണ്ട് 3-ാം ടെർമിനലിന് മാത്രം. 84 കൌണ്ടറുകളാണ് ചെക്ക് ഇന്നിന് മാത്രമായി ഒരുക്കിയിരിക്കുന്നത്. 10 എക്സ്റേ മെഷീനുകളുള്ള എമിഗ്രേഷൻ കൌണ്ടറിൽ യാത്രക്കാർക്ക് പരിശോധനകൾക്കായുള്ള കാത്തിരിപ്പിന്റെ മടുപ്പ് അനുഭവിക്കേണ്ടി വരില്ല. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ CT സ്കാനിംഗ് ബാഗേജ് ഹാൻഡ്ലിംഗ് സംവിധാനമാണ് സിയാലിന്റെ പുതിയ ടെർമിനലിലുള്ളത്. 5.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള കൺവെയർ ബെൽറ്റ് രാജ്യത്തെ തന്നെ ഏറ്റവും നീളമേറിയതാണ്. അടുത്ത 20 വർഷം വരെയുള്ള യാത്രാ വർധനവ് കണക്കിലെടുത്താണ് ഇത്രയേറെ സൌകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ഡൽഹി, മുംബൈ ഒക്കെ വളരെ വലിയ ടെർമിനലുകളുണ്ട്. പക്ഷേ നമ്മളുടെ അടുത്ത 25 വർഷത്തെ ട്രാഫിക് വെച്ച് നോക്കുമ്പോൾ ഈ ടെർമിനലിന്റെ കപ്പാസിറ്റി ഇന്റർനാഷണൽ ട്രാഫിക്കിന് മതിയാവുന്നതാണ്. ടെർമിനൽ, ഫ്ലൈ ഓവർ, ഏപ്രൺ എന്നിവയുൾപ്പെടെ 1100 കോടി രൂപ മുതൽ മുടക്കിലാണ് പുതിയ ടെർമിനൽ നിർമ്മിച്ചിരിക്കുന്നത്. 2014 ഫെബ്രുവരിയിൽ തറക്കല്ലിട്ട ടെർമിനൽ റെക്കോർഡ് വേഗത്തിലാണ് പണി പൂർത്തിയാക്കിയത്. T3 പ്രവർത്തനം ആരംഭിക്കുന്നതോടെ നിലവിലുള്ള ടെർമിനലുകൾ ആഭ്യന്തര എയർലൈൻ സർവീസിനായി മാറ്റിവെക്കും. നിലവിലുള്ള ആഭ്യന്തര ടെർമിനൽ സ്വകാര്യ ജെറ്റുകളുടെയും ഹെലികോപ്റ്ററുകളുടെയും ടെർമിനലും വാണിജ്യ കേന്ദ്രവുമാക്കി മാറ്റും. പുതിയ ടെർമിനൽ പ്രവർത്തനം ആരംഭിക്കുമ്പോഴും പൂർണ്ണമായും സൌരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യ വിമാനത്താവളം എന്ന പെരുമയും സിയാൽ നിലനിർത്തും. ക്യാമറമാൻ അഖിൽദാസിനൊപ്പം ആശാ ജാവേദ്, മനോരമ ന്യൂസ്, കൊച്ചി.